ആലത്തൂർ പോലീസും പാലക്കാട് AM വിൻസെന്റ് ഹോണ്ട ആൻഡ് ബിഗ് വിന്നും സംയുക്തമായി ആലത്തൂരിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങിയവയുടെ ആവശ്യകത യാത്രക്കാരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലിയും ബോധവൽക്കരണവും നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ AM വിൻസ് ഹോണ്ടയുടെ സഹകരണത്തോടുകൂടി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്, ബോധവൽക്കരണ പരിപാടിയാണ് ഇന്ന് ക്രിസ്തുമസ് ദിനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ സമൂഹത്തിൽ ട്രാഫിക് നിയമങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ആ ഒരു നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാനോ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ആരും തയ്യാറായി വരാത്തതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് റോഡുകളിൽ നടക്കുന്ന ഈ അപകടങ്ങളെല്ലാം തന്നെ. സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി ഇൻസ്പെക്ടർ TN ഉണ്ണികൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് വാഹന അപകടങ്ങൾ ഉണ്ടാവുകയും അതിൽ നമ്മുടെ സ്കൂൾ കുട്ടികളടക്കം യുവാക്കൾ അടക്കം ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. കേരളത്തിൽ ഒരു ദിവസം 15ഓളം ആളുകളാണ് അപകട മരണങ്ങളിൽ മരണപ്പെടുന്നത്. ഏകദേശം ഒരു മാസത്തോളം 450-നും 500-നിടയിലും ഒരു വർഷത്തിൽ ഏകദേശം 4500ഓളം ആളുകളും ട്രാഫിക് ആക്സിഡൻറ്റിൽ പെട്ട് മാത്രം മരണപ്പെടുന്നുണ്ട്. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്താത്ത ഒരു കുടുംബത്തിൻ്റെ അത്താണികളായ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായ ഈ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തികച്ചും അശ്രദ്ധയുടെയും അതുപോലെ അഹങ്കാരത്തിൻ്റെയും ഭാഗമാണ് എന്ന് തന്നെ പറയാം. എത്ര നമ്മൾ പറഞ്ഞാലും എത്ര ബോധവൽക്കരണം ചെയ്താലും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്ന ആ കാര്യത്തിൽ നമ്മൾ ലോകത്തിന് ആകെ അഭിമാനമായ മലയാളികൾ ഏറെ പിന്നിലാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത, യഥാർത്ഥ കണക്കുകൾ ബോധിപ്പിക്കുന്നത്. ട്രാഫിക് അവെയർനെസ് ആണ് ഇന്നിപ്പോൾ AM വിങ്സിൻ്റെ ഭാഗമായി ഇവിടെ ഞങ്ങൾ ഈ ഒരു സുദിനത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സ്വാതി ജംഗ്ഷൻ, ടൗൺ, മലമലമുക്ക്, കിണ്ടിമുക്ക് എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് സ്റ്റേഷനിലെത്തി സമാപിച്ചു. നിയമം അനുസരിച്ച് വാഹനമോടിക്കുന്നവർക്ക് ക്രിസ്മസ് ദിനത്തിൽ മധുരം പലഹാരം വിതരണം ചെയ്തു. ഹാപ്പി ക്രിസ്മസ്. യു ഓൾ ഒബ്സർവ്ഡ് ഓൾ ട്രാഫിക് റൂൾസ്, wearing seat belts and everything. Very good. Keep it up. ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ സർക്കിളാണ്. ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്താൽ അത് ഫൈൻ വരും എന്തായാലും. അത് മാത്രമല്ല, ഒരു അപകടം ഉണ്ടാകും. അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. സീറ്റ് ബെൽറ്റ് പോടണം. ഹാപ്പി ക്രിസ്മസ്. സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ. ഓക്കെ. ഹാപ്പി ക്രിസ്മസ്. 500 ഫൈൻ അടച്ചോളണം കേട്ടോ. നമ്പർ നോട്ട് ചെയ്തിട്ട് കേട്ടോ. സ്റ്റേഷനിൽ വന്നാൽ കേട്ടോ. ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യരുത്. ആ ഷോപ്പിലേക്ക് വരും പറയണില്ലല്ലോ, ഹെൽമെറ്റ് ധരിക്കണം കേട്ടോ. ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്യരുത്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് യാത്ര ചെയ്യണ്ടേ? ഇത്ര നല്ല ഹെൽമെറ്റ്, നല്ല ചെയിൻ സ്ട്രാപ്പൊക്കെ ഉള്ളതാണ്. ഇത് ഇടാതെ യാത്ര ചെയ്യരുത് കേട്ടോ. നല്ല തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു 50 മീറ്ററിന്റെ കാര്യമുള്ളൂ, അതുകൊണ്ടാണ് എന്തായാലും ധരിച്ചിട്ട് തന്നെ നടക്കുള്ളൂ. അത് നല്ലൊരു സൂചന തന്നെയാണ്, നല്ലൊരു കാര്യം തന്നെയാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും ഉള്ളത്. അല്ലാത്തവർക്ക് നല്ല ഉപദേശവും മിഠായും നൽകി യാത്ര തുടരാൻ അനുമതി. പാലക്കാട് ജില്ലയിൽ ഇത് 2ാമത്തെ പരിപാടിയാണെന്നും ജില്ല മുഴുവൻ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് ബോധവൽക്കരണം തുടരുമെന്ന് AM വിൻസ് ഹോണ്ട ആൻഡ് ബിഗ് വിൻ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സുരേഷ് ചന്ദ്രൻ പറഞ്ഞു. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഒരു സ്പെഷ്യൽ പരിപാടിയായിട്ടാണ് പാലക്കാട് AM വിങ്സ് ഹോണ്ടയും പാലക്കാട് കല്ലേക്കോടുള്ള ബിഗ് വിൻ ഹോണ്ടയും കൂടെ ഇറങ്ങിയിരിക്കുന്നത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് റോഡ് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. റോഡ് ആളുകൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് ധാരണ ഭയങ്കര കുറവാണ്. ധാരാളം വാഹനങ്ങളുണ്ട്, പക്ഷേ വാഹനങ്ങൾ റോഡിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണെന്നുള്ള രീതിയിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അത്തരത്തിൽ നല്ലൊരു അവയർനെസ് ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ പരിപാടിയിലൂടെ. 18 വയസ്സിലും 25 വയസ്സും 30 വയസ്സായ യുവാക്കൾ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ വരുന്നത് മൊബൈൽ യൂസ് ചെയ്തിട്ടും അശ്രദ്ധമായി വണ്ടി ഓടിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി AM വിങ്സ് ഹോണ്ട 100% പാലക്കാട് ജില്ലയിൽ നല്ല ഓൾ കേരളയിൽ എല്ലാ പോലീസും ഇതുപോലെ ആലത്തൂർ സ്റ്റേഷൻ സപ്പോർട്ട് ചെയ്ത പോലെ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ പാലക്കാട് സൗത്ത് സ്റ്റേഷനിൽ ട്രാഫിക്കിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി ഭാഗങ്ങളിൽ സിഗ്നൽസിൽ മാക്സിമം നമ്മളിങ്ങനെ ഒരു അവയർനെസ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ബോധവൽക്കരണ ജാഥയോടൊപ്പം ക്രിസ്മസ് കരോളും ഉണ്ടായിരുന്നു. ജനറൽ മാനേജർ ഷമീം ഖാസിം, സബ് ഇൻസ്പെക്ടർ വിവേക് നാരായണൻ, പ്രതീഷ് എന്നിവർ ആശംസ പ്രസംഗം നടത്തി. UTV ന്യൂസ്, പാലക്കാട്.